ഒരു തികച്ചും പുതുമയുള്ള ഒരു പരീക്ഷണമാണ് ഇന്ന് നടത്തുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന പ്രോഗ്രാമുകളിൽ നിന്ന് മാറിയ ഒരു പ്രോഗ്രാം. അതെന്താണെന്ന് ചോദിച്ചാൽ, വളരെ നോട്ടബിളായ ഒരു എന്താ പറയുക, കൊണ്ടും കൊടുത്തുമുള്ള ഒരു ഇൻ്റർവ്യൂ മോഹൻലാലും ജഗതി ശ്രീകുമാറുമായിട്ട് ഷൊർണൂരുള്ള വെള്ളിനേഴി ഒളപ്പമണ്ണ മനയിലിരുന്നുകൊണ്ട് തന്മാത്ര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബ്ലസ്സിയുടെ തന്മാത്രയുടെ സെറ്റിൽ ഇരുന്നുകൊണ്ട് അവർ രണ്ടുപേരും കൂടി സംസാരിച്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അത് ഗൃഹലക്ഷ്മി എന്ന് പറഞ്ഞ മാതൃഭൂമി പ്രസിദ്ധീകരണത്തിന് വേണ്ടി കെ ഉണ്ണികൃഷ്ണനാണ് അത് തയ്യാറാക്കിയത്. അത് യാദൃച്ഛവശാൽ എൻ്റെ മുന്നിൽ 2005 ഇറങ്ങിയ ഗൃഹലക്ഷ്മിയിലാണ്. അപ്പോൾ 2005 എന്ന് പറയുമ്പോൾ 17 വർഷത്തിന് ശേഷം 18 വർഷമാകുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ തട്ടി. ഇത് നമ്മുടെ പ്രേക്ഷകർ അറിയണമല്ലോ എന്നെനിക്ക് തോന്നി. നിമിത്തങ്ങളെക്കുറിച്ചും ഈ എന്താ പറയുക, കരുനാക്കെടുത്ത് വളയ്ക്കരുതെന്നൊക്കെ പണ്ടുള്ളവർ പറയില്ലേ, ചില നേരത്ത് ഗുളിക നിൽക്കുന്ന നേരത്ത് സംസാരിക്കരുത്, അതുപോലെ ഫലിക്കുമെന്നൊക്കെ എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു. ഞാൻ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുമ്പോൾ, എടാ ഗുളിക നിൽക്കുന്ന നേരമാണെങ്കിൽ അത് ഫലിക്കൂടാ, അങ്ങനെ പറയാതെ എന്ന് എൻ്റെ അമ്മ എന്നെ ഒരുപാട് പ്രാവശ്യം ശാസിച്ചിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂവിനിടയിൽ ജഗതി ശ്രീകുമാർ പറയുകയാണ് മോഹൻലാലിനോട്, 2005 ഏറിയാൽ ഒരു 10 വർഷം കൂടെ ഞാൻ സിനിമയിലുണ്ടാവും. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം ജഗതി ചേട്ടൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ സിനിമയിലുണ്ടാവേണ്ട ആളല്ലേ. ഞാനൊരു 10 വർഷം കൂടെ ഉണ്ടാവുള്ളൂ. പ്രായമായി വരികയല്ലേ, ഇരിക്കുന്നിടത്തുനിന്ന് ആക്ഷൻ പറയുമ്പോൾ എണീറ്റ് വന്ന് ക്യാമറയുടെ അടുത്ത് വന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് സംവിധായകനെ നോക്കിയിട്ട് മുട്ടിന് വാദത്തിൻ്റെ ഒരു പിടുത്തമുണ്ട്, എണീക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ശരീരത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു 10 വർഷം കൂടി സിനിമയിലുണ്ടാവുമെന്ന് ആ ഇൻ്റർവ്യൂവിനിടയിൽ പറയുന്നുണ്ട്. പക്ഷേ 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇനി ഒരിക്കലും അമ്പിളിച്ചേട്ടൻ ക്യാമറയുടെ മുന്നിൽ വരാത്ത രീതിയിൽ 1912 മാർച്ച് 10 കോഴിക്കോട് തേഞ്ഞിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പാണപ്ര വളവിൽ വെച്ച് ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള പാണപ്ര വളവിൽ വെച്ചാണ് ആക്സിഡൻ്റ് ഉണ്ടാവുകയും ജഗതി ചേട്ടനെ കോഴിക്കോട് മിംസിൽ അഡ്മിറ്റ് ചെയ്യുകയും ഡ്രൈവർ PP അനിൽകുമാർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ചെറിയ പരിക്കൊന്നും ആയിരുന്നില്ല അയാൾക്കും. ഈ അടുത്ത കാലത്ത് ഞാനത് അയാളെപ്പറ്റി അന്വേഷിച്ച് പറഞ്ഞത്, അമ്പിളിച്ചേട്ടന് 5,90,00,000 രൂപ ഇൻഷുറൻസിൻ്റെ തുക കിട്ടി. 5,90,00,000 രൂപ. പക്ഷേ അനിൽകുമാറിനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നില്ല, 2 ലക്ഷം രൂപ കിട്ടി കാറിന്. കാർ ഓടിച്ചിരുന്ന ആളും കാറിൻ്റെ ഉടമയും ഒരാളായതിനാൽ അപകട ഇൻഷുറൻസ് തുക കിട്ടില്ല. ഇതൊക്കെ എനിക്കൊരു പുതിയ അറിവായിരുന്നു. കാർ ഓടിക്കുന്ന ആൾ കാറിൻ്റെ ഉടമസ്ഥനും കൂടിയാണെങ്കിൽ അയാൾക്ക് അപകട ഇൻഷുറൻസ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ 2 ലക്ഷം രൂപ കാറിന് കിട്ടി. പക്ഷേ 4 ലക്ഷം രൂപ കാറിന് മാത്രമായി എന്ന് പറയുന്നു. അയാളുടെ ജീവിതം ഒരുപാട് ദുസ്സഹമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നും പറയുന്നു. എനിക്ക് അനിൽകുമാറിനെ പരിചയമില്ല. അപ്പോൾ മോഹൻലാൽ പറയുകയാണ്, ആ ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ പറയുന്നത്, ഞാനും അമ്പിളിച്ചേട്ടനുമായുള്ള ആഹ്ലാദകരമായ സൗഹൃദമായിരിക്കാം സിനിമയിൽ പ്രതിഫലിക്കുന്നത് എന്നാണ്. അമ്പിളിച്ചേട്ടനും മോഹൻലാലും കൂടി വരുന്ന, അല്ലെങ്കിൽ ജഗതിയും മോഹൻലാലും കൂടി വരുന്ന സിനിമകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പൂച്ചക്കുരു മൂക്കുത്തി ആയാലും, താളവട്ടമായാലും, കിലുക്കമായാലും, യോദ്ധയായാലും, അരമരം പ്ലസ് കിന്നരമായാലും, പിൻഗാമിയായാലും, ഒളിമ്പ്യൻ അന്തോണി ആദമായാലും, ഏത് സിനിമ എടുത്താലും അമ്പിളിച്ചേട്ടൻ എന്താ പറയുക, മോഹൻലാലുമായിട്ട് ചേരുമ്പോൾ ഒരു കോമ്പിനേഷൻ ഇവിടെ പറയാമോ എന്ന് എനിക്കറിയണ്ട. ജഗതി ശ്രീകുമാർ പറയുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു, വർത്തമാനകാല മലയാള സിനിമയിൽ ജന്മം കൊണ്ട് തന്നെ ബോൺ ആർട്ടിസ്റ്റുകളായ 5 പേരേ ഉള്ളൂ എന്നാണ് അമ്പിളിച്ചേട്ടൻ വിലയിരുത്താറ്. അതാരൊക്കെ എന്ന് ചോദിച്ചാൽ പുള്ളി പറയും, മോഹൻലാൽ, നെടുപിടി വേണു, ഭരത് ഗോപി, ജഗതി ശ്രീകുമാർ ആൻഡ് തിലകൻ. ഈ 5 പേരാണ് ജന്മനാ ആർട്ടിസ്റ്റുകളായിരുന്നവരെന്ന് പറയും. അപ്പോൾ ബംഗ്ലാവിൽ അവധിയുടെ സെറ്റിൽ വെച്ച് ഞാൻ രാജംബി ദേവിനോട് ഈ വിഷയം സംസാരിച്ച് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ചൂടായി. പിന്നെ നിൻ്റെ ജഗതി പറയണല്ലേ എല്ലാം ശരി, എന്താ ഞാനൊരു നടനല്ലേ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, നടനാണ്, നിങ്ങൾ നടനല്ലേ എന്ന് ചോദിക്കാൻ മമ്മൂക്ക നടനല്ലേ? ആണ്. പക്ഷേ ബോൺ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ജന്മനാ കിട്ടിയ അഭിനയത്തിൽ കിട്ടുന്ന ആ ഒരു എന്താ പറയുക കഴിവ്, അത് ഈ 5 പേർക്കേ ഉള്ളെന്ന് ജഗതി പറയാറുണ്ട്. എന്തായാലും മോഹൻലാലും ജഗതി ശ്രീകുമാറുമായിട്ടുള്ള കോമ്പിനേഷൻ, ഇപ്പോൾ കിലുക്കമൊക്കെ നമ്മൾ എത്ര വട്ടം കണ്ടു കാണും ഇല്ലേ, എത്ര പ്രാവശ്യം കണ്ടു കാണും. അതുപോലെ യോദ്ധ
യോദ്ധയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് ജഗതി വയ്ക്കുന്ന പാരകളൊക്കെ ഇപ്പോഴും ആലോചിച്ചാൽ നമുക്ക് ചിരി വരുമല്ലേ. രസമുള്ള റോളുകളാണെങ്കിൽ ഉത്സാഹമേറും. ലാലാണ് എൻ്റെ കൂടെ അഭിനയിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചും എന്നാണ് ജഗതി പറയുന്നത്. അപ്പോൾ അവർ കുറേ നേരം സംസാരിച്ചു. ആ പ്രസക്ത ഭാഗം മാത്രം ഞാൻ എടുത്തുള്ളൂ. ആ സംസാരത്തിനിടയിൽ അങ്ങോട്ടേക്ക് തന്മാത്രയിൽ മോഹൻലാൽ അഭിനയിക്കുന്ന രമേശൻ നായരുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന നെടുപടി വേണു കടന്നു വന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം പോകാൻ പോയതും അദ്ദേഹത്തിനെ നെടുമുടി മോഹൻലാൽ പിടിച്ച് അടുത്തിരുത്തി, ഒരു കസേരയിലിരുത്തി. ഇരിക്കുന്നേ, ഒരു രസമല്ലേ, നമുക്ക് ചോദിച്ചു പോവാം. മോഹൻലാൽ നെടുമുടിയോട് പറയാം, നമുക്ക് ചോദിച്ചു പോവാം, ഇരിക്കും എന്ന് പറഞ്ഞ് പിടിച്ച് നെടുമുടിയെ കൂടി അവിടെ ഇരുത്തി. കിലുക്ക് ഇറങ്ങിയിട്ട് എത്ര കാലമായി കാണും അമ്പിളിച്ചേട്ടാ എന്ന് മോഹൻലാൽ ചോദിച്ചു. ദിവസവും ടി വിയിൽ സീനുകൾ കാണുന്നതുകൊണ്ട് കുറച്ച് നാൾ മുമ്പാണ് അത് റിലീസ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ ജഗതി പറഞ്ഞു, ഞാനിപ്പോൾ കിലുകിലുക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഷൂട്ടിങ്ങിന് പോയപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി വന്നു. ഒന്നുകിൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്നൊക്കെ പറഞ്ഞ് ജഗതി കിലുക്കത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതല്ലേ. ഒന്ന് വിളിച്ചോണ്ട് പോടേ, രേവതിയെ വിളിച്ചോണ്ട് പോകാൻ പറയുന്നത്. അതുപോലെ രേവതി ഭക്ഷണം എല്ലാം എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ, പൊറോട്ട ഇറച്ചി എല്ലാം എടുത്ത് കഴിച്ചു കഴിഞ്ഞു, വെള്ളം എടുത്ത് കുടിക്കാമെന്ന് പറഞ്ഞ് കൂജയിൽ നോക്കുമ്പോൾ അതിലും വെള്ളമില്ല. അങ്ങനെ കരഞ്ഞ് കലങ്ങി ജഗതി നിൽക്കുമ്പോൾ, നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ ജഗതി മോഹൻലാലിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, പാതിരാത്രിക്ക് നിൻ്റെ അച്ഛൻ വച്ചേക്കണാടാ ഇറച്ചി പൊറോട്ട. അതെവിടെയോ ഞാൻ വായിച്ചു. മോഹൻലാലിൻ്റെ അച്ഛനും അമ്മയും കൂടെ ആ സിനിമ കണ്ട രംഗം അവർ തിയേറ്ററിലിരിക്കുമ്പോഴാണല്ലോ ജഗതി ചോദിക്കുന്നത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഈ ഒന്നുകിൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്നൊക്കെ പറഞ്ഞ് വേണുനാഗവള്ളി എഴുതിയതാണോ ജഗതി സ്വന്തമായി ഉണ്ടാക്കിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല രസമായിരുന്നു കിലുക്കത്തിലെ ഓരോ ഡയലോഗും. അതെൻ്റെ ജീവിതത്തിലെ ഒരു കുതിപ്പായിരുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത്. കിലുക്കവും യോദ്ധയും പോലെ നമ്മൾ അഭിനയിക്കുന്ന പടങ്ങൾ ഇടയ്ക്ക് മുടങ്ങിയത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് എന്നായി ജഗതി. അപ്പോൾ മോഹൻലാൽ പറഞ്ഞത്, ഡേറ്റുകൾ ഒത്തുവരുന്നില്ലല്ലോ, പിന്നെ ചേട്ടന് കാര്യമായി ചെയ്യാൻ പറ്റുന്ന വല്ല റോളും വേണ്ടേ. ചേട്ടനാണെങ്കിൽ തിരക്കോട് തിരക്ക്. പടം എത്ര മോശമായാലും ചേട്ടൻ്റെ ഭാഗം ഗംഭീരമാക്കും. ബോറൻ സീനിലും ചേട്ടൻ ചിരിപ്പിച്ച് രക്ഷപ്പെട്ട് കളയും. ജഗതി ശ്രീകുമാർ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നാലേ ഒരു തല്ലിപ്പൊളി സീനോ തല്ലിപ്പൊളി സിനിമ ആയാലും ആരെങ്കിലും ജഗതിയോ പടത്തിൽ ജഗതി ഭയങ്കര ബോറായിരുന്നു എന്ന് ഇതുവരെ പറയിച്ചിട്ടില്ല. ഇവിടെ ഈയിടെ ഞാൻ ടി വിയിലൊരു പടം കണ്ടു. മോഹൻലാൽ പറയുക, ചേട്ടനെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നു, തല മാത്രം പുറത്ത്, മൂക്കിൽ ഒരു ഈച്ച വന്നിരിക്കുമ്പോൾ ചേട്ടൻ കാണിക്കുന്ന വെപ്രാളം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു എന്നാണ് മോഹൻലാൽ പറയുന്നത്. ആ ഈച്ചയെ ഓടിക്കാൻ പെടുന്ന പാട് അത് അലി അക്ബർ സംവിധാനം ചെയ്ത ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ പടത്തിലായിരുന്നു. ഞാനത് മോഹൻലാൽ പറഞ്ഞത് വായിച്ചപ്പോൾ ഞാൻ ആ പടത്തിൽ ആ വിഷ്വൽ ഒന്നുകൂടി കണ്ടു നോക്കി. നാക്കിട്ട് ഭൂമിയിൽ തലവരെ പ്രകൃതി ചികിത്സയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് ജഗതിയെ. എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജഗതി പറയാണ്, ലാലിന് കോമഡിയും ആക്ഷനും എല്ലാം വഴങ്ങും. ഒരു കാര്യത്തിൽ ലാലിനോട് എനിക്ക് ബഹുമാനമുണ്ട്. സിനിമയിൽ നിന്ന് കിട്ടുന്ന പണം സിനിമയിൽ തന്നെ മുടക്കുന്നു. മധുസാർ ഒഴിച്ച് മറ്റൊരു സിനിമാക്കാരനും അങ്ങനെ ചെയ്തിട്ടില്ല. ജഗതി പറഞ്ഞ കാലത്താണ്. ഇന്നത്തെ കാലത്ത് ഞാൻ വളരെ കഷ്ടപ്പെട്ടൊരു കഥയുണ്ടാക്കിയെന്ന് വെച്ചു. ആ കഥ ചെന്ന് ഒരു നായകനോട്, യുവനായകനോട് പറയാൻ ചെന്നാൽ അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട്, ഈ പടം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ 10 രൂപ തീർക്കാം, 20 വിൽക്കാം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ കഷ്ടപ്പെട്ടൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തി, ഒരു കഥ കണ്ടെത്തി, ഒരു തിരക്കഥാകൃത്തിനെ കണ്ടെത്തി, ഞാൻ എല്ലാം റെഡിയാക്കിക്കൊണ്ട് ഒരു നായകൻ്റെ ഡേറ്റിന് ചെല്ലുമ്പോൾ പറയാം ഞാൻ ചെയ്തോളാം. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഫെഫ്കയുടെ വീരശൂര പരാക്രമിയായ ബി ഉണ്ണികൃഷ്ണനോട് ഈ രൂപം ഇങ്ങനെ പറഞ്ഞു, അത് ചേട്ടാ ആ പടം ഞാൻ ചെയ്ത പോരെ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, വേണ്ട മോനെ പ്രോജക്റ്റ് ഞാൻ വേണ്ടെന്ന് വെച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അത്രയും ആർജവം ഉണ്ണികൃഷ്ണൻ കാണിച്ചു. അപ്പോൾ ജഗതി പറയുന്നത്, മധുസാർ ഒഴിച്ച് മലയാള സിനിമയിൽ ആരും എന്താ പറയുക, സിനിമയിൽ നിന്നിട്ട് കിട്ടുന്ന കാശ് സിനിമയ്ക്ക് മുടക്കിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഞാനൊരു തമാശ കേട്ടു. പ്രേം നസീർ ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ തീരുമാനിച്ചു. ആ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി 8-10 ഏക്കർ സ്ഥലം ഇവിടെ തോന്നക്കലിൽ ആശാ സ്മാരകത്തിൻ്റെ പുറകിലുള്ള ഒരു വലിയ തെങ്ങും തോട്ടം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി വാങ്ങി.
കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതൊരു സുഹൃത്ത് ചോദിച്ചു, അല്ല പ്രേം നസീറെ സ്റ്റുഡിയോ തുടങ്ങുന്ന കാര്യം എന്തായി? അല്ല അതിപ്പോൾ വേണോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്ത്? അല്ല അവിടെ ഇപ്പോൾ ഒരു 6000-ഓളം തേങ്ങ കിട്ടും 2 മാസത്തിലൊരിക്കൽ വെട്ടുമ്പോൾ. 6000 തേങ്ങ കിട്ടുന്ന തെങ്ങിൻ പുരയിടം വെട്ടിക്കിളച്ച് തെങ്ങിനെല്ലാം എടുത്ത് കളച്ചിട്ട് അവിടെ സ്റ്റുഡിയോ വേണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. പകരം ആ സ്ഥലം അവിടെ കിടക്കട്ടെ, തെങ്ങിൻ പുരയിടമായിട്ട് കിടക്കട്ടെ, വേറെ എവിടെയെങ്കിലും ഒരു തെങ്ങൊന്നുമില്ലാത്ത മരമൊന്നുമില്ലാത്ത ഒരു സ്ഥലം നോക്കി വാങ്ങി ഒരു സ്റ്റുഡിയോ തുടങ്ങാമെന്ന് ജഗതി പറഞ്ഞു. അല്ല നസീർ സാറ് പറഞ്ഞു. പ്രാക്ടിക്കലാണതല്ലേ? അപ്പോൾ സിനിമയിൽ നിന്ന് കിട്ടിയ കാശ് സിനിമയ്ക്കായിട്ടും സ്റ്റുഡിയോയ്ക്കായിട്ടും നിർമ്മാണത്തിനായിട്ടും ഒക്കെ മുടക്കിയത് മധു സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വഴിയിലൂടെയാണ് മോഹൻലാൽ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ബഹുമാനമുണ്ടെന്ന് ജഗതി പറയുന്നു. വാനപ്രസ്ഥത്തിന് വേണ്ടി നീ കഥകളി പഠിച്ചു, കർണഭാരം നാടകം ചെയ്യാനായിട്ട് സംസ്കൃതം പഠിച്ചു. കാക്കക്കുയിലിൻ്റെ സെറ്റിൽ ഹെഡ്ഫോൺ വെച്ച് ലാൽ സംസ്കൃതം പഠിക്കുന്നത് കേട്ടപ്പോൾ ആ ഭാഷ എനിക്ക് ഈ ജന്മം വഴങ്ങില്ല ആ ജഗതിക്ക്. അങ്ങനെയുള്ളൊരു ഭാഷ കർണഭാരത്തിന് വേണ്ടി മോഹൻലാൽ പഠിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് നിന്നെക്കുറിച്ച് വലിയ അഭിമാനം തോന്നി എന്നാണ് ജഗതി പറയുന്നത്. അപ്പം മോഹൻലാൽ പറഞ്ഞ മറുപടി, പലതിലും നഷ്ടം വന്നിട്ടുണ്ട്, അതിൽ വല്ലാതെ ദുഃഖമില്ല. ഇങ്ങനെയെല്ലാം നോക്കി കൃത്യമായല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത്ര രൂപ ഇട്ടാൽ ഇത്ര രൂപ കിട്ടും എന്ന തരത്തിൽ നമ്മളായിട്ടുണ്ടാക്കിയ പൈസ അല്ലല്ലോ. പോയാൽ ആരോടും സമാധാനം പറയേണ്ട കാര്യവുമില്ല. അഹങ്കാരം പറയല്ല കേട്ടോ, എല്ലാം നല്ലതിനല്ലേ ചേട്ടാ. അതുകൊണ്ട് സിനിമയിൽ കുറേ കാശ് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ദുഃഖമില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞ മറുപടി. അപ്പോൾ ജഗതിയുടെ അടുത്ത ചോദ്യം, ലാൽ എപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. എനിക്കങ്ങനെ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ദുഃഖിക്കാറുണ്ട്, സാമ്പത്തിക പ്രശ്നമോ വേണ്ടപ്പെട്ടവരുടെ ബുദ്ധിമുട്ടോ. പക്ഷേ കാലം കൊണ്ടുവന്നതെല്ലാം എനിക്ക് നല്ലതായിരുന്നു. എന്നാലും ഞാൻ ദുഃഖിക്കാറുണ്ട്. കോടമ്പക്കത്ത് ഒരു ജോലി തേടി അലഞ്ഞു നടന്ന മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യൻ ഈ ജഗദീഷ് കുമാർ ആയത് അതുകൊണ്ടായിരിക്കാം എന്നാണ് ജഗതി പറയുന്നത്. അപ്പോൾ ലാൽ പറഞ്ഞത്, ഒരു റോൾ കിട്ടാനായി ചേട്ടൻ ഒരുപാട് അലഞ്ഞു എന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു കഷ്ടപ്പാട് എനിക്കുണ്ടായില്ല. കാരണം ആദ്യ ചിത്രം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു, പിന്നെ വിഷമം ഉണ്ടായിട്ടേയില്ല. വീണ്ടും അപ്പോൾ ജഗതിയുടെ മറുപടി, ലാൽ എന്നെ പരിചയപ്പെടാൻ വന്നത് ഓർമ്മയുണ്ടോ? ലാൽ എന്നെ ജഗതി ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടത് എവിടെ വെച്ചാൽ എന്ന് ലാൽ ആലോചിക്കുന്നു. ഉദയ സ്റ്റുഡിയോയിൽ സഞ്ചാരിയുടെ ഷൂട്ടിംഗ് ദിവസം 25 വർഷം മുമ്പ്. ശങ്കറായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഹീറോ. പക്ഷേ വില്ലനായ ലാലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ മോഹൻലാൽ പറയുകയാണ്, ചേട്ടൻ അന്നേ പ്രശസ്തനാണ്, പടങ്ങളിലൊക്കെ കണ്ട പരിചയമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പോൾ ജഗതി, നസീർ സാറിൻ്റെ കാലത്താണ് എൻ്റെ തുടക്കം. എൻ്റെ 5ാം തലമുറയാണ് ലാൽ. അന്നൊക്കെ വേഷം കോളേജ് കുമാരൻ അല്ലെങ്കിൽ പൂവാലൻ ഇതൊക്കെ ആയിരുന്നു. ഇപ്പോൾ പ്രായത്തിനൊത്ത് എനിക്ക് തടി കൂടി. വേണമെങ്കിൽ പ്രിൻസിപ്പളോ അബ്കാരി കോൺട്രാക്ടറോ ഒക്കെ ആയി വേഷമിടാൻ ഇപ്പം ശരീരം കൊണ്ട് പറ്റും. പക്ഷേ ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഞാഞ്ഞൂല് പോലെ ആയിരുന്നു. അപ്പോൾ ലാൽ തിരിച്ചു പറയുകയാണ്, സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് ഇങ്ങനെ ഒഴുകി പോവുകയല്ലേ ജീവിതം. അപ്പോൾ ലാലിൻ്റെ ഫോണ് റിങ് ചെയ്തു. ആ ഫോണും എടുത്തോണ്ട് ലാൽ ഒന്ന് അല്പം അങ്ങോട്ട് മാറി. അപ്പം നെടുപിടി വേണു ആത്മകഥം പോലെ ജഗതിയോട് പറഞ്ഞു, കുറച്ച് ദിവസമായി ഒരു പയ്യൻ രാത്രിയിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നു.